നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കേസിൽ, അതായത് മൂന്നാമത്തെ കേസിൽ, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ അടപടലം പൂട്ടാൻ തന്നെയാണ് ശ്രമം. അതായത് രാഹുൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ ഇത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഇപ്പോൾ ഈ പരാതി വന്നപ്പോൾ പോലും ജനങ്ങൾ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴേക്കുമാണ് വിശ്വസിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ചില ചാറ്റുകൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര പെട്ടെന്ന് ഈ ഒരു കേസിൽ നിന്നും ഊരിപ്പോരാൻ കഴിയാത്ത വിധത്തിലുള്ള പൂട്ട് അത് തന്നെയാണ് പൂട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദിവസങ്ങളും കാലങ്ങളും എത്ര കഴിഞ്ഞ് ഒരു പരാതി ഒരു പെൺകുട്ടി നൽകിയാലും കൃത്യമായി അത് പരാതിയാണെന്നുണ്ടെങ്കിൽ, ഫാബ്രിക്കേറ്റഡ് അല്ലാത്ത കൃത്യമായ പരാതിയാണെന്നുണ്ടെങ്കിൽ ആ യുവതിക്ക് ഇവിടെ നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഇവർ തമ്മിൽ അയച്ചിട്ടുള്ള ചില വാട്സപ്പ് ചാറ്റുകൾ ആണ് പുറത്തു വരുന്നത്. വാട്സപ്പിലാണോ അതോ ഇനി ടെലഗ്രാം ചാറ്റുകളാണോ എന്നറിയില്ല. എന്തായാലും ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ രാഹുൽ എന്ന വ്യക്തിയുടെ, ഈ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് പറയപ്പെടുന്ന, രാഹുൽ അയച്ചു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. രാഹുൽ എന്ന് എഴുതിയതിനു ശേഷം ഈവിൾ ഐയുടെ ഒരു സിമ്പൽ ഉണ്ട്. അതിനുശേഷം ലവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് രാഹുൽ ഈവിൾ ഐ, പിന്നീട് ഒരു ലവിന്റെ ചിഹ്നം. അത് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ അയച്ചു എന്നാണ് യുവതി അവകാശപ്പെടുന്നത്. ഇത് ഇവരുടെ രണ്ടുപേരുടെയും ചാറ്റുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ഇത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ നമ്മൾ എടുത്തു പറയുന്ന ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ കോടതി ചോദിക്കുമെന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് രാഹുലിന്റെ പേര് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നു, ആ ലവ് ചിഹ്നം എന്തിനു കൊടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അത് കൃത്യമായ മറുപടി ഒരു പക്ഷേ ഉണ്ടാകും. ഇന്നലെ രാഹുൽ പറഞ്ഞതാണ്, ഇത് പീഡനമല്ല, എനിക്കും ആ വ്യക്തിയെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു, ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് പറയുന്നു. ആദ്യ അതിജീവിതയുടെ ചാറ്റുകൾ നോക്കിയാലും പിൽസ് മുഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പറയുന്ന അതിജീവിത ആയിരുന്നു. എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ ചില ചാറ്റുകൾ നോക്കുമ്പോൾ ഭീഷണി സന്ദേശം പോലെയാണ് തോന്നുന്നത്. അതായത് നീ ഈ പേടിപ്പിക്കുന്ന പരിപാടി 1 മാസം മുൻപ് വരെ നടത്തിയിരുന്നുവെങ്കിൽ ഓക്കെ ആയിരുന്നു, എനിക്കും ഇപ്പോൾ ഒന്നിലും മൈൻഡ് ഇല്ല, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്, പിന്നെ നീ ഈ പറയുന്ന ഇമേജ് തിരിച്ചു പിടിക്കൽ ഒന്നും അല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്, ഇനി ഒന്നിനും ഞാൻ സറണ്ടർ ചെയ്യുന്നില്ല എന്നുള്ള എൻ്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ, പിന്നെ നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാനും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നീ ഓടി നടന്ന തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഇമേജ് ഉണ്ടല്ലോ, നിന്റെ സസ്പെൻഷനൊക്കെ മാറി പാർട്ടിയിൽ തിരിച്ച് എടുക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ലേ, അന്ന് നമുക്കൊന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യുവതിയും തിരിച്ചു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സന്ദേശമാണോ അതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതായത് യുവതി പറയുന്നത് രാഷ്ട്രീയപരമായി ഇയാളെ തകർക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജ് വീണ്ടും പിടിച്ചെടുക്കുന്നുണ്ട്. ആ ഇമേജ് പിടിച്ചെടുത്തതിന് ശേഷം വീണ്ടും പാർട്ടി ഇയാളെ തിരിച്ചെടുക്കുന്ന ദിവസം നമുക്കൊന്നുകൂടെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുച്ഛത്തിന്റെ സ്മൈലിയൊക്കെ യുവതി അയക്കുന്നുണ്ട്. ബാക്കി ഉള്ളവരുടെ ജീവിതം മാത്രം നശിപ്പിച്ചിട്ട് സൂപ്പർ ഹീറോ ആൻഡ് പുണ്യാളനാണല്ലോ എന്നും പറയുന്നുണ്ട്. താഴാവുന്നതിന്റെ മാക്സിമം ഞാൻ താഴ്ന്നു തന്നു, ക്ഷമിക്കുന്നതിന്റെ ലിമിറ്റൊക്കെ പണ്ടേ കഴിഞ്ഞതാ എന്നും യുവതി പറയുന്നുണ്ട്. നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാടോ, ചെയ്യേണ്ട എന്ന് പറഞ്ഞോ, എന്നിട്ട് പിന്നെ നീ നന്നായിട്ട് ജീവിക്കണേ, ആരെ നീ പേടിപ്പിക്കുന്നേ, എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു, നീ പ്രസ് മീറ്റ് നടത്തൂ എന്ന് വരെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. 2 മണിക്കൊക്കെയാണ്, പുലർച്ചെ 2 മണിക്കൊക്കെയാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. യുവതിയും അതുപോലെ തന്നെയൊക്കെ മെസ്സേജും ഇങ്ങോട്ടും അയക്കുന്നുണ്ട്. എന്തായാലും എന്തു പറഞ്ഞാലും ഇനി പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ എക്സ്ട്രാ ചെയ്യും എന്ന് പറയുന്നതും കേസാണ്, അത് ഞാൻ ആകും അറിയാലോ, ഈ കേസ് കോർട്ട് വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താകുമെന്ന് നിനക്കറിയാമല്ലോ, സോ അതും പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാടോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. യുവതി ഒരു ഓഡിയോ അയക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു, നീ ചെയ്യാൻ തീരുമാനിച്ചതൊക്കെ അങ്ങ് ചെയ്തേക്ക്, ഗുഡ് ബൈ എന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും എനിക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, ആകെ ഇപ്പോൾ ഇല്ലാത്തതൊന്നും നീയായിട്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ അയ്യോ നീ ചെയ്യരുത് എന്ന് പറയണമായിരുന്നോ എന്ന് പോലും തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇതിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിനും രണ്ട് കൂട്ടരും എന്തായാലും റിപ്ലൈ
നിലവിൽ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് മറുപടി നൽകേണ്ടി തന്നെ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിലും സംശയമില്ല. അതിജീവിതമാർക്കൊപ്പം തന്നെയാണ് എപ്പോഴും നിലകൊള്ളുന്നത്. പക്ഷേ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ അത് വില പോവുകയില്ല. അത് കുക്ക്ഡപ്പ് ആയിട്ടുള്ള ഒരു തരത്തിലുമുള്ള അതിജീവിതമാരുടെ കഥകളും അത് വില പോവുകയില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണെന്ന കാര്യത്തിലും സംശയമില്ല.